ജനങ്ങൾ വസ്തുത മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്ക് തെളിവ് പറയാനുണ്ടോ? പ്രമാണം പറയാനുണ്ടോ? പ്രമാണം ഞങ്ങൾ രേഖപ്പെടുത്തി, ഖുർആൻ, സഹിഹായ ഹദീസ്. ഇനി അതിന് ഏത് തഫ്സീറും ഉദ്ധരിക്കാം, നിങ്ങൾക്ക് ഏത് ഉദ്ധരിക്കാം, ഏത് ഭാഷാഗ്രന്ഥവും നിങ്ങൾക്ക് ഉദ്ധരിക്കാം. നിങ്ങൾ ഉദ്ധരിക്കുന്ന ഭാഷാഗ്രന്ഥം നിങ്ങളുടെ ദുർവ്യാഖ്യാനമാണ്. ഈ പിഴച്ച പച്ചയായ ശിർക്ക് തെളിയിക്കാൻ നിങ്ങൾ വായിച്ച തഫ്സീർ നിങ്ങളുടെ ദുർവ്യാഖ്യാനമാണ് എന്ന് ഞങ്ങൾ ആണത്തത്തോടു കൂടി അവിടെ തെളിയിച്ചു തരും. അതിനപ്പുറം ഇവിടെ വേറൊരു മാനദണ്ഡം എഴുതേണ്ടതില്ല. അങ്ങനെ 10 തഫ്സീർ അതിൻ്റെ മുൻഗണനാക്രമം അപ്രായോഗികമാണ്. ഞങ്ങളുടെ ചോദ്യം അവിടെ അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. നിങ്ങളുടെ വാദം ഇത് ശിർക്കാണ്, ഇത് ശിർക്കാണ് എന്ന് അറിയാത്തവരാരെങ്കിലും ഉണ്ടോ കൂട്ടരെ? ബദരീങ്ങളെ കാക്കണമെന്നോ റസൂലുള്ളാ പിടിക്കണമെന്നോ റസൂലുള്ളാന്റെ ശഫാഅത്ത് കിട്ടണമെന്ന് ചോദിക്കുന്നത് ശിർക്കാണ് എന്ന് പറയുന്നവരല്ലേ നിങ്ങൾ ഇന്ന് വരെ? ആ ശിർക്കിന്റെ ആരോപണത്തിൽ സ്വഹാബാക്കൾ വിധേയരായില്ലേ, ഇരകളായില്ലേ? താബിഈങ്ങൾ ഇരകളായില്ലേ? കഴിഞ്ഞ തലമുറയിലെ എല്ലാവരും ഇരകളായില്ലേ? ഹിജ്റ 8-ാം നൂറ്റാണ്ടിൽ മാത്രം പുറത്തു വന്ന 7 തലമുറയിലെ മുസ്ലിമീങ്ങളെ മുഴുവൻ മുശ്രിക്കാക്കിയ ഈ വാദം നിങ്ങൾ ഉന്നയിക്കുന്നത് ഖുർആൻ കൊണ്ട് ശരിയല്ല എന്ന് തെളിയിക്കുന്ന ഞങ്ങൾ പറയുന്നത്. നിങ്ങളത് ശിർക്കാണെന്ന് ഖുർആൻ കൊണ്ട് തെളിയിക്കുകയില്ല. അതിന് നിങ്ങൾക്ക് സാധ്യമല്ല ഖിയാമത്ത് നാൾ വരെ എന്ന് ഞങ്ങൾ പറയുന്നത്. നിങ്ങളുടെ ഭാഷ കടമെടുക്കയില്ല, യൗമിൽ ഖിയാമ അത് തെളിയിക്കാൻ സാധിക്കൂല. അത് തെളിയണമെങ്കിൽ എന്ത് വേണം? ഭാഷന്റെ സഹായം വേണം. ഉണ്ടോ? ഭാഷന്റെ സഹായം ഉണ്ടെങ്കിൽ ഒരു ഭാഷാഗ്രന്ഥം എഴുതി. നിങ്ങൾ ഓതുന്ന ആയത്തുകളൊക്കെ നിലനിൽക്കുകയാണ്. ലോകത്തെ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കാൻ നിങ്ങൾ ഓതുന്ന മുഴുവൻ ആയത്തുകളും നിലനിൽക്കുകയാണ്. ഇതുവരെ വാദപ്രതിവാദത്തിൽ റൂമിലിരുന്ന് എന്തെങ്കിലും എഴുതിയിട്ടുള്ള വ്യവസ്ഥയാണെങ്കിൽ ആ വ്യവസ്ഥ പുതിയതാ. ഖുർആനും സുന്നത്തും ഇജ്മാഉം ഖിയാസും, ഖുർആനും സുന്നത്തും ഇജ്മാഉം ഖിയാസും, നിങ്ങളെ വാദന്ന ഞങ്ങളെ വാദന്ന ഇങ്ങനെ പ്രസംഗിക്കാമോ? സംവാദത്തിൽ ഇങ്ങനെ പ്രസംഗിക്കാനാ? ആ പ്രസംഗത്തിന് വിട്ടുതരില്ല. കേരള സുന്നി ജമാഅത്ത് ഉടലെടുത്തേടം മുതൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഘമാണ്. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങൾ സുന്നി ജമാഅത്തുമായി സംവദിക്കുന്നത്. സുന്നി ജമാഅത്തുമായിട്ടാണ് നിങ്ങളിപ്പോൾ സംസാരം. സുന്നി ജമാഅത്തിൻ്റെ പിറവി തന്നെ നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഓട്ടങ്ങളികളും ഒത്തക്കളികളൊക്കെ ശരിയാക്കി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നല്ലോണം മനസ്സിലാക്കുക. ഏത് ഭാഷാഗ്രന്ഥം നിങ്ങളുടെ ഈ ശിർക്ക് വാദത്തെ അംഗീകരിക്കുന്നുവെന്ന് എഴുതാൻ തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ തയ്യാറെന്ന് എഴുതൂ, ഇല്ലെങ്കിൽ തയ്യാറില്ല എന്ന് പറ, തുറന്നു പറ. ഏതെങ്കിലും തഫ്സീർ എഴുതാൻ തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ തയ്യാറുണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ തയ്യാറില്ല എന്ന് പറ. അതിനാണ് കാണിക്കേണ്ടത്. ഒന്നുകിൽ തയ്യാറുണ്ട്, അല്ലെങ്കിൽ തയ്യാറില്ല. തയ്യാറില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പിരിയാ.